ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന വീട്ടരങ്ങ് നാടകാവതരണം ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ ശ്രദ്ധേയമായി. നാടകം കാണാൻ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ഇതാ നാടകം നിങ്ങളെ തേടി വരുന്നു എന്ന തലക്കെട്ടോടെ ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകമാണ് ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ. വീട്ടുമുറ്റങ്ങൾ അരങ്ങാക്കിയാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. 2014 മുതൽ അമേച്വർ നാടകരംഗത്ത് സജീവമായ ഈ നാടക സംഘത്തിന്റെ 4ാമത് വീട്ടരങ്ങ് നാടകമാണിത്. വീടും തൊടിയും വേദിയാക്കിക്കൊണ്ടുള്ള നാടകാവതരണത്തിലൂടെ നമ്മുടെ അയൽപ്പക്കത്ത് നടക്കുന്ന വിശേഷങ്ങൾ നോക്കിക്കാണുന്ന രീതിയിലാണ് നാടകം ഒരുക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ ആദ്യ അവതരണം നടത്തിയ നാടകത്തിന്റെ 4ാമത്തെ അവതരണമായിരുന്നു കുരഞ്ഞിയൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള പാരത്തി ഭരതന്റെ വീട്ടിൽ വെച്ച് നടന്ന M.A. മണിയുടെ അനുസ്മരണത്തോടനുബന്ധിച്ചാണ് വീട്ടരങ്ങ് നാടകാവതരണം സംഘടിപ്പിക്കപ്പെട്ടത്. അത് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ കെട്ടിയമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് പണിയെടുക്കാൻ. കുമാരിച്ചേ, ഏത് തൊഴിലിനുണ്ട് അതിൻ്റെതായ ഒരു മഹത്വം. പണിയെടുത്ത് 4 കാശ് കയ്യിൽ കിട്ടിയപ്പോ നമ്മുടെ മനസ്സിലുണ്ടാവണ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ധൈര്യം ഉണ്ടല്ലോ. സ്വന്തം കാശ് കൊണ്ട് വാങ്ങിയ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലയുടെ മുതിർന്ന പ്രവർത്തകനും മുൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ട്രഷറർ എന്നീ നിലകളിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു മണിയുടേത്. സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ നാടകങ്ങളടക്കം 50ഓളം നാടകങ്ങൾ രംഗത്തെത്തിച്ച ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ വീട്ടരങ്ങ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ദൃശ്യമാധ്യമ പ്രവർത്തകനായ പ്രദീപ് നാരായണനാണ്. ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ 4ാമത്തെ അവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5ാമത്തെ അവതരണമാണ് കായംകുളത്ത്. വീടും മുറ്റവും അരങ്ങാക്കിക്കൊണ്ടുള്ള ഈ അവതരണം നമുക്ക് പ്രേക്ഷകരുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആശയവിനിമയം നടക്കുന്നുണ്ട്. നമുക്ക് മൈക്ക് ഇല്ലാതെയും ഒരു പ്ലെയിൻ ലൈറ്റിലാണ് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫാലിമി, അതിരടി, അജസുന്ദരി തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച മീനരാജ് രാഘവനും സീരിയൽ താരം രജനി മുരളിയുമാണ് ഈ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ശങ്കരമേനോനും ഭാര്യ കുമാരിയും ആകുന്നത്. രസകരമായ അനുഭവമായി ഇന്ന് പ്രേക്ഷകർ നാടകം കഴിഞ്ഞു വന്ന് ഞങ്ങളെ അഭിനന്ദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഇത്തരം വേദികളും ഇത്തരം അരങ്ങുകളും കൂടുതൽ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സാധാരണ നമ്മൾ പ്രൊഫഷണൽ നാടകം, അമേച്വർ നാടകങ്ങളൊക്കെ കളിക്കാറുണ്ട്. എന്നാൽ അതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടൊരു നാടകമാണ് ഈ ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ. ഞങ്ങൾ 4ാമത്തെ സ്റ്റേജാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ പ്രേക്ഷകരും നല്ല അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ ഇനിയും നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ മനോഹരമായി അവതരിപ്പിച്ച നാടകം സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട്. യുവാക്കളിൽ പടർന്നു കയറുന്ന ലഹരിയുടെ ഭീകരതയും അടയാളപ്പെടുത്തുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലി നേതൃത്വം നൽകുന്നു. 78 വയസ്സുള്ള കോട്ടപ്പടി സ്വദേശിനി മേരി ജേക്കബും ഡിഗ്രി വിദ്യാർത്ഥി ഗൗതം കൃഷ്ണയുമടക്കം ഗ്രാമീണരായ 20ഓളം നാടക പ്രവർത്തകർ ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നുണ്ട്. പഴയകാലത്ത് പരീക്ഷിച്ച് വിജയിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞങ്ങൾ രംഗത്തെത്തിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന നാടകമാണ് വീട്ടരങ്ങ് നാടകം. ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ ആർട്ടിസ്റ്റുകളെ കയറൂരിട്ടിരിക്കണം. അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷെ നാടകത്തിന് ആവശ്യമുള്ളത് മാത്രം എന്തും പറയാം എന്നുള്ളൊരു സംഗതി ഈ നാടകത്തിനുണ്ടായിരുന്നു. അത് ഒരുപാട് പറഞ്ഞതിന് ശേഷം നമ്മളത് ഡ്രിം ചെയ്തെടുത്ത അവസാന ഇതാണ് ഇപ്പൊ നാടകമായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനു പെരുമ്പിലാവ് പശ്ചാത്തല സംഗീതവും സുരേന്ദ്രൻ തില്ലാന ലൈറ്റ്സും അൻസാർ അബ്ബാസ് മ്യൂസിക് എക്സിക്യൂഷനും സുനിൽ ചന്ദ്രൻ ആർട്ടിസ്റ്റ് കോർഡിനേഷനും നിർവഹിച്ചിരിക്കുന്നു.